ഞാനും പോച്ച നല്ല കുട്ടിയാ. ഗേൾസിനടുത്ത് ഒന്നും പറയാറില്ല. അതെങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും നല്ല കുട്ടിയായേ? പോച്ചേനെ പോലീസ് കൊണ്ടുപോയി. എനിക്ക് ആറ്റിറ്റ്യൂഡ് ഒന്നും എങ്ങനെയാന്ന് അറിയത്തില്ല, എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് എങ്ങനെയാ? അതില്ലേ, ആണുങ്ങൾക്കേ പഠിക്കാൻ പറ്റത്തുള്ളൂ. വെരി മീൻ. ഓക്കേ, എനിക്കുള്ളതായിട്ടുണ്ട്. ഞാൻ എനിക്കൂല, എനിക്ക് അടി ഇടി വീട്ടിൽ പോയി ചളിയടി. അത് ജയിച്ചു. ഇല്ല, വീടില്ല. ഇനി ആദു അലറണ എങ്ങനെയാ? ഏറ്റവും പേടി എന്താ? ബലൂൺ. ബലൂണാണ് ഏറ്റവും ആ പേടി. പ്രേതൊക്കെ എന്ത്, അതൊരു പെണ്ണ് അവിടെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നേ. അപ്പൊ ഞാന് വീട് കടിച്ചു പൊളിക്കും. ചേച്ചിയുടെ വീട് അടിച്ചു പൊളിക്കില്ല. ആണോ? അതെന്താ ചേച്ചിയുടെ വീട് അടിച്ചു പൊളിക്കില്ലാത്ത? അതാ ചേച്ചിയുടെ വീട് എനിക്കറിയത്തില്ല. നമ്മള് ഗെയിം കളിക്കാൻ പോവാന്ന് പറ എല്ലാവരോടും. ഞങ്ങളെല്ലാം ഗെയിം കളിക്കാൻ പോണല്ലേ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. എന്റെ പേരൊന്നും ഉറക്കൊന്ന് പറഞ്ഞേ. ആദോ. ആദോ? ശരിക്കുള്ള പേരെന്താ? അർസ്ലാൻ ഖുറേഷി. അർസ്ലാൻ ഖുറേഷി. ഓക്കെ, അപ്പൊ നമ്മളുടെ റാം വോക്കിലൂടെയും റീൽസിലൂടെയും ഒക്കെ സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്ന ഒരു കുട്ടി ആറ്റിറ്റ്യൂഡ് കിങ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ലെറ്റ്സ് വെൽക്കം അർസ്ലാൻ ഖുറേഷി. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നല്ലോ. ഇഷ്ടപ്പെട്ടെ. ശരിക്കും ഇഷ്ടപ്പെട്ടോ? എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ചാണല്ലോ നടക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് എന്തിയെ? ഉമ്മിപ്പം കൊണ്ടുവരും. ഉമ്മ ഇപ്പൊ കൊണ്ടുവരുമോ? കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ. ആണോ? അല്ല. അല്ലേ? പക്ഷെ എല്ലാത്തിലും അത് കൂളിംഗ് ഗ്ലാസ് വെക്കുമല്ലോ. അതങ്ങനെ വെക്കത്തുള്ളു. എങ്ങനെയാ വെക്കുന്നേ? കൂളിംഗ് ഗ്ലാസ് ആ ചേട്ടൻ തരുന്നു, വാങ്ങിച്ചോ. ഇനി അതൊന്ന് സ്റ്റൈലായിട്ടൊന്ന് ഇട്ടേ. മോനെ കണ്ട എന്ത് രസാ കാണാൻ ഇങ്ങനെ വെക്കുമ്പോ. അതിന് അല്ല ശരിക്കും നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ക്യൂട്ട് ആയിട്ടുള്ള കുട്ടികളെ. പക്ഷെ ക്യൂട്ട്നെസ്സിനേക്കാളും ആറ്റിറ്റ്യൂഡ് ആണല്ലോ ഇടുന്നത്. ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണല്ലോ. എവിടെ നീ ആറ്റിറ്റ്യൂഡ് ഒക്കെ പഠിച്ചു? എങ്ങനെ പഠിച്ചു? ആറ്റിറ്റ്യൂഡ് പഠിപ്പിച്ചോ? എനിക്ക് ആറ്റിറ്റ്യൂഡ് ഒന്നും എങ്ങനെയാന്ന് അറിയത്തില്ല, എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് എങ്ങനെയാ? അതില്ലേ, ആണുങ്ങൾക്കേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ആണുങ്ങൾക്കൊന്നുമല്ല. എനിക്കും ആറ്റിറ്റ്യൂഡ് ഒക്കെ അറിയാം, പക്ഷെ അതുകൊണ്ട് അത്ര അറിയില്ലെന്നുള്ളൂ. റാം വോക്ക് ചെയ്യുമ്പോ എന്തോ കൈ വെച്ചൊക്കെ എന്തോ കാണിക്കില്ലേ? എന്താ കാണിക്കുന്നേ? ദിങ്ങനെയോ 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 ഒന്ന് കാണിച്ചേ. ആദ്യം തൊട്ട് കാണിച്ചേ. ഇങ്ങനെ നടന്നു വന്നിട്ട് എങ്ങനെ കാണിക്കുന്നേ? എന്താ അത്? തോക്കാണോ? എന്റെ ഒറിജിനൽ തോക്ക്. ഒറിജിനൽ തോക്കോ? ആ വീട്ടിൽ ഇരിപ്പുണ്ട്. അത് കളിപ്പാട്ടാ, ഉമ്മിച്ചി പറഞ്ഞു എന്നോട്. കളിപ്പാട്ടാണെങ്കിലേ അതിനകത്ത് അതിന് ഉണ്ടയുണ്ട്. ഉണ്ടയുണ്ടോ? 5 ഉണ്ടയുണ്ട്. 5 ഉണ്ടയോ? അത് വെടിവെച്ചാലില്ലേ ഇങ്ങനെ തെറിച്ചു. ആര്? എല്ലാരെയും വെടിവെച്ചാ മരിച്ചു. തോക്കൊക്കെ വീട്ടിൽ വെച്ചേക്കുവാണോ? തീ വരും. തീ വരുവോ? ആണോ? അപ്പൊ മാർക്കോ സിനിമയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. മാർക്കോ കണ്ടോ? അതിന് കണ്ടു. മാർക്കോയോ? എങ്ങനെ കണ്ടു? സിനിമയിൽ പോയി കണ്ടു. തിയേറ്ററിൽ പോയി കണ്ടല്ലേ? റോക്കി ബായിനെ കൂടുതൽ ഇഷ്ടം അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ആണോ? റോക്കി ബായ് അല്ല. അല്ലേ? പിന്നെ ആരെ ഇഷ്ടം? ആരെ? ലക്കി ഭാസ്കറിൽ ആരെ അഭിനയിച്ചേക്കണേന്ന് അറിയോ? ദുൽഖർ സൽമാനെയാണോ ഏറ്റവും ഇഷ്ടം അതുവിന്? കഴിഞ്ഞ തവണ അതല്ലല്ലോ പറഞ്ഞത്. കഴിഞ്ഞ തവണ വേറെ ആരെയായിരുന്നല്ലോ ഇഷ്ടം?
മമ്മൂക്കനെയാണോ? വേറൊരാളുടെയും കൂടി കാര്യം പറഞ്ഞായിരുന്നല്ലോ. മമ്മൂട്ടി. മമ്മൂക്കി അല്ല, മമ്മൂട്ടിയാണ് അല്ലേ? അപ്പൊ മമ്മൂട്ടിനെ കണ്ട എന്തായിരിക്കും പറയുന്നത് ആദ്യം തന്നെ? അടിപൊളിന്ന്. എന്ത്? മമ്മൂക്ക അടിപൊളിയാണെന്നാ? ആ മമ്മൂക്ക ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പറയോ മമ്മൂക്ക അടിപൊളിയാണെന്ന്? അന്നേ അതായത് ആറ്റിറ്റ്യൂഡ് കിങ് അല്ലേ അങ്ങനെയൊക്കെ പറയും. മമ്മൂക്കനെ കാണുമ്പോ തന്നെ നമ്മൾ അങ്ങനെ പറയല്ലേ? ആ അത് സ്കൂളിൽ പോണില്ലേ? ഇല്ല, ഇല്ലേ? ഞാൻ സ്കൂളിൽ നിർത്തി. ഞാൻ അതെന്താ നിർത്തിയേ? ഞാൻ ഫാഷൻ ഷോ മാത്രം ചെയ്തോളല്ലോ, അതുകൊണ്ട് ഞാൻ സ്കൂളൊന്നും പോകുന്നില്ല. സ്കൂളിലൊക്കെ പോയി പഠിക്കണ്ടേ? ഇല്ല, അതെന്താ? എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല. പഠിച്ചോ? അതിന് പഠിച്ചു തുടങ്ങിയ നല്ല രസാ. പഠിച്ചു. ഞാൻ എന്താ പഠിച്ചേ? ABCD. അതൊന്ന് പറഞ്ഞു തന്നാ. ABCD EFG HIJK LMNOP QRS T W. ഒരെണ്ണം എന്താ ഇവിടെ പോയി? കാക്ക കൊണ്ടുപോയാ? കാക്കൊണ്ട് വിഷു കാക്കടുത്ത് കുത്തി കൊണ്ടുപോയി. കാക്ക കുത്തി അങ്ങ് കൊണ്ടുപോയല്ലേ? യൂനെയാണോ എടുത്തോണ്ട് പോയത്? യു ആണോ കൊണ്ടുപോയത്? യൂനാണ് കൊണ്ടുപോയത്. ഓ എന്നെ ഈ മുടിയാ എപ്പ തൊട്ട് ഇങ്ങനെ വളർത്തി തുടങ്ങിയേ? ഇതൊരു മുടിയാ? ഇച്ചിരി മുടി തരുമോ? ഇല്ല. ഈ മുടി എപ്പ തൊട്ട് ഇങ്ങനെ വളർത്തി തുടങ്ങിയേ? ഈ മുടി എപ്പ തൊട്ട് ഇങ്ങനെ വളർത്തി തുടങ്ങിയേ? കൊറേ നാളായോ? നാളായി. ഇനി അത് നാണം വരുമ്പോ എങ്ങനെയാ? നാണം വരുമ്പോ ഇങ്ങനെയാണോ? നാണം വരുമ്പോ ഇത് ചിരിക്കുന്നല്ലേ? നാണം വരുമ്പോ എങ്ങനെയാ കാണിക്കുന്നേ? ഇങ്ങനെ. അതുന് കൊറേ ഗേൾസ് ഒക്കെ ഫാൻസ് ഇല്ലേ? അവരൊക്കെ ഇങ്ങനെ അടുത്തേക്കൊക്കെ വരുമ്പോ ഇങ്ങനെ നാണം തോന്നാറുണ്ടോ? ഇല്ല. ചിരി വരുവോ? കൊറേ പേര് വന്ന് ഫോട്ടോ എടുക്കാറൊക്കെ ഉണ്ടോ? ഫോട്ടോ എടുക്കോ? ആണോ? കൊറേ പേര് വന്നിട്ട് എന്താ പറയുന്നേ അതുനോട്? ആറ്റിറ്റ്യൂഡ് കിങ് എന്നല്ലേ? അതെന്താ വിഷമിച്ചിരിക്കുവാണോ? അത് ഉറങ്ങിയില്ലേ? ഒയ്യോ, എന്താ ഉറങ്ങാത്തെ? എനിക്ക് ഉറങ്ങാൻ താല്പര്യമില്ല. ഉറങ്ങാൻ എനിക്ക് താല്പര്യമൊന്നും ഇല്ലെന്നല്ലേ? ചേച്ചിനോടൊന്നും ചോദിക്കാനില്ലേ? ഞാൻ തന്നെയല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നേ. ഇതെന്താ? ഓക്കേ, എനിക്കുള്ളതായിട്ടുണ്ട്. ഇനി ബേസ് ടോവിനോ യൂണിവേഴ്സിറ്റി. ഇല്ല, ഞാൻ എനിക്കൂല. എനിക്ക് വീട്ടിൽ പോയി ചളയടി. ഞാൻ പൊക്കോട്ടെ എന്നാ? ഞാൻ പൊക്കോട്ടെ. എനിക്ക് വിഷമാവും എന്നെ കളിയാക്കിയ. ചേച്ചി കരയും. അല്ല, അങ്ങനെ കരയാൻ പറ്റില്ല. ഇങ്ങനെ വേറെന്തേലും ഉണ്ടോ ഇതുപോലെ? ഉണ്ട്. എന്താ? ഞാന് ഗേൾസിനടുത്ത് ഒന്നും പറയാറില്ല. ഞാനും ബോച്ച നല്ല കുട്ടിയാ. ഞാനും ബോച്ചയോ? ഞാനും ബോച്ചയോ? അതെന്താ? അതെങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും നല്ല കുട്ടിയായേ? ബോച്ചേനെ പോലീസ് കൊണ്ടുപോയി. എന്നിട്ട് അത് ബോച്ചേനെ പോലീസ് പിടിച്ചോണ്ട് ജയിലിട്ടു. ഇതൊക്കെ എങ്ങനെയാ അത് പറഞ്ഞേ? വാപ്പി പറഞ്ഞോ? ആണല്ലേ? അപ്പൊ ബോച്ച അതും പാവാന്ന്. ഉമ്മി കരയുന്നു. ഉമ്മി കരയുന്നല്ല, ഉമ്മി ചിരിക്കുന്നയാ. അല്ല, ഉമ്മി മെഴുകുതിരി ഇങ്ങനെ കണ്ണീന്ന് മാറ്റുക. മെഴുകുതിരിയോ? മെഴുകുതിരിയോ? കണ്ണി എഴുതുന്നതാണ്. അത് മെഴുകുതിരിയല്ല, അത് കൺമഷിയാ. ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, ചേച്ചി എഴുതിയിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ഉമ്മാനെ പോലെ ചേച്ചി എഴുതിയിട്ടുണ്ട്. ഉമ്മിന് ഉറക്കക്ഷീണം പോലെയുണ്ട്. ആണല്ലേ? ഉമ്മി നല്ല അടിപൊളിയായിട്ടാ ഇരിക്കുന്നേ. ഉമ്മി ആദ്യം പറഞ്ഞിട്ട് ചിരിക്കുവാ. അങ്ങനെ തന്നെ അല്ലേ? അതിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല സിനിമ ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? ലക്കി ഭാസ്കർ ആണ് ഏറ്റവും ഇഷ്ടം അല്ലേ?
അതാണ് ഏറ്റവും ഇഷ്ടം. വേറെ സിനിമ ഏറ്റവും ഇഷ്ടം വേറെ ഏത് സിനിമയാ? ഏതാ? അപർണദാസ് സിനിമ. അപർണദാസ് സിനിമയാ? അപർണദാസിന്റെ സിനിമയാ? ഓ, അപർണദാസിന് ഭയങ്കര ഇഷ്ടമാണോ? അപർണദാസിനെ ഞങ്ങൾക്ക് അറിയാലോ. അപർണദാസിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലേ? ആ സിനിമയിലല്ല. സിനിമയിലല്ല, അല്ലാതെ കണ്ടിട്ടുണ്ട്. അപർണദാസിനെ എനിക്കറിയാം. ഞാൻ പറയാ ഇനി അതുന് ഭയങ്കര ഇഷ്ടം അപർണദാസിനെ. മൂത്രം വയ്ക്കണം. ഞാൻ എല്ലാം കണ്ട്. ഞാൻ ബലൂണ് കണ്ട്. ബലൂണൊക്കെ ഉണ്ടല്ലോ നമുക്ക്. ചേട്ടൻ ഇപ്പം കണ്ടുവരുമല്ലോ. ബലൂൺ വീർപ്പിക്കാം. ബലൂൺ വീർപ്പിക്കാം നമുക്ക്. ഓക്കെ. വീട്ടിൽ ചെയ്യാറുണ്ട്. വീട്ടിൽ ചെയ്യാറുണ്ടോ? ബലൂൺ വീർപ്പിക്കുവോ? വലുതായിട്ട് വീർപ്പിക്കാം. എനിക്കും അറിയാം ബലൂൺ വലുതായിട്ട് വീർപ്പിക്കാം. അപ്പൊ നമ്മൾ ആരെ ഏറ്റവും ആദ്യം വീർപ്പിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അതെങ്ങനെയുണ്ട്? അപ്പോഴേ ഞാനില്ലേ അത് പൊട്ടാൻ നേരം ഞാൻ ഇങ്ങനെ പേടിക്കും. പേടിച്ചു പോവോ? ആ പേടിച്ചു. അതിന് പേടിയുണ്ടോ? ആ പേടിയുണ്ട്. ആണോ? അതൊരു പ്രേതത്തിന്. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണടയ്ക്കും. കണ്ണടയ്ക്കോ? ആ ഇങ്ങനെ കണ്ണടച്ചു പിടിക്കും. പേടിക്കുമ്പോഴാ? ഏറ്റവും പേടി എന്താ? ബലൂൺ. ബലൂൺ ആണ് ഏറ്റവും ആ പേടി. പ്രേതൊക്കെ എന്ത്? അതൊരു പെണ്ണ് അവിടെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നേ. അതാണ് പ്രേതം. അതാണ് പ്രേതം. പ്രേതി വെള്ള സാരിയൊക്കെ എടുത്ത് നമ്മളെ പേടിപ്പിക്കില്ലേ? അതല്ലേ പ്രേതം. മേക്കപ്പ് ഇടണേന്നുള്ള പ്രേതം. എന്നാ ഞാനല്ലേ ആ പിച്ചാത്തെടുത്ത് ഒരു കുത്തം കൊടുക്കട്ടെ. ആണല്ലേ പ്രേതത്തിനെ? ആ, ഇപ്പൊ പ്രേതത്തിന് ആദൂന് പേടിയില്ല. ആദൂന് ബലൂൺ മാത്രമേ പേടിയുള്ളൂ. ബലൂൺ മാത്രല്ലേ പേടിയുള്ളൂ? വേറെ ഒന്നും പേടിയില്ല ആദൂന്. വേറെ ഒന്നും പേടിയില്ല. ഇനി ആദു വലിയ സൂപ്പർ സ്റ്റാർ ഒക്കെ ആയി സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോ നമ്മളെയൊക്കെ മൈൻഡ് ചെയ്യോ? മൈൻഡ് ചെയ്യോ? അതെന്താ ഇല്ലാത്തെ? അതെന്താ ഇല്ലാത്തെ? മൈൻഡ് ഇല്ലാത്ത എന്താ? ചേച്ചി മുട്ടായി തന്നു, ബലൂൺ വീർപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. എന്നിട്ട് എന്താ നമ്മളെ മൈൻഡ് ചെയ്യില്ലാത്തെ? ചെയ്യുന്നാണോ? ഇങ്ങനെയാണോ ചെയ്യുന്ന പറഞ്ഞേ? ചെയ്യും. എന്താ ഇടിക്കാൻ വരുന്നതാണോ എന്നെ? ഇങ്ങനെ കാണിച്ചതാണോ? അപ്പൊ എന്നെ മൈൻഡ് ചെയ്യില്ലേ വലുതായി കഴിയുമ്പോ? ആ, ഉറപ്പല്ലേ? ഞാൻ മസിൽമാനായിട്ട് എല്ലാരെയും കൊന്നു. ആണല്ലേ? ഈ മസിൽമാൻ ഏതാ? ഉണ്ണി മുകുന്ദനെ പോലെ മസിലാണോ? സൽമാൻ ഖാൻ, ഉണ്ണി മുകുന്ദൻ, ഷാരൂഖ് ഖാൻ, ഋത്തിക് റോഷൻ അവരുടെയൊക്കെ മസിലാണോ? ഷാരൂഖ് ഖാന്റെ മസില് വേണം നമുക്ക് അല്ലേ? അവരുടെ മസിലൊക്കെ വരും ആദൂന്. അപ്പൊ എനിക്ക് അപ്പൊ എനിക്ക് ഹൽക്ക്. എന്താ? ഹൾക്ക്. ഹൾക്ക് ആവണോ? അത് ഭയങ്കര വലുതല്ലേ? ഹൾക്ക് ഭയങ്കര വലുതല്ലേ? അപ്പൊ ഞാനേ വീട് കടിച്ചു പൊളിക്കും. ചേച്ചിയുടെ വീട് അടിച്ചു പൊളിക്കില്ലേ? ആണോ? അതെന്താ ചേച്ചിയുടെ വീട് അടിച്ചു പൊളിക്കില്ലാത്തെ? അത് ചേച്ചിയുടെ വീട് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു ചേച്ചി പാവല്ലേ അതുകൊണ്ട് ചേച്ചിയുടെ വീട് അടിച്ചു പൊളിക്കില്ല പറയുന്നേന്ന്. വിഷമായി. എനിക്ക് ചേച്ചിയുടെ വീട് അറിയത്തില്ല. കുഞ്ഞുകുട്ടിയല്ലേ? അതെ അതെ, അത് നന്നായി. അത് കുഞ്ഞു കുട്ടിയായിട്ട് ഇരുന്നാ മതി. ഷാറൂഖ് ഖാന്റെ മസിൽ മതി. ഷാറൂഖ് ഖാന്റെ മസിൽ മതി നമുക്കല്ലേ? അപ്പൊ വലിയ ആളൊക്കെ ആയി കഴിയുമ്പോ നമ്മളെ മൈൻഡ് ചെയ്യണം കേട്ടോ. ഞാൻ ജിമ്മിൽ പോയിട്ടില്ലേ, ഇങ്ങനെ ഓടി ഓടി സ്ട്രെച്ച് ചെയ്തൊക്കെ മസിലാവും. മസിലങ്ങ് പിടിക്കും. വാപ്പിക്ക് ഭയങ്കര മസില. വാപ്പിക്ക് ഭയങ്കര മസിലാവും. വാപ്പിന് ഉണ്ട പോലും ഉണ്ട്. ഇത്ര ഉണ്ടേയുള്ളു. വാപ്പിക്ക് സിക്സ് പാക്ക് ഒക്കെ ഉണ്ട്. ഉണ്ടോ? ആണോ? അതുപോലൊക്കെ ആവണല്ലേ നമുക്ക്. വാപ്പിയുടെ മസിലൊക്കെ ഇത് ഇടിക്കുകയൊക്കെ ചെയ്യോ അതോ? അപ്പൊ എനിക്ക് ഇവിടെ ഒന്നും വേനെടുക്കത്തില്ല. അതെന്താ വേനെടുക്കത്തില്ലാത്ത? ഞാൻ ഇപ്പോഴേ സ്ട്രോങ് ആണല്ലേ? ഭയങ്കര സ്ട്രോങ് ആണ്. ഗെയിംസിലോട്ട് പോയാലോ? നമുക്ക് ഗെയിംസിലോട്ട് പോവാം. കുറച്ച് ബലൂണ്ടാ ചേട്ടാ. ബോൾ ചെയ്യാം. ബലൂൺ, ബോൾ. അപ്പൊ നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോവാണ്. അപ്പൊ ചേച്ചിയുടെ കയ്യില്
2 ഗ്ലാസ് ഉണ്ട്. ഇതിൽ ഒരെണ്ണം ഞാൻ ആദുവിന് തരും. അപ്പൊ ആദും പിടിക്കണം, ഞാനും പിടിക്കണം. അപ്പൊ ആദു ഒരു ബോൾ എടുത്ത് എറിയണം. അപ്പൊ ചേച്ചി അത് ചേച്ചിയുടെ ക്ലാസ്സിൽ വരികയാണെങ്കിൽ ആദു ജയിക്കും. ഞാൻ എറിയുമ്പോ ആദുവിന്റെ ക്ലാസ്സിൽ വരികയാണെങ്കിൽ ഞാൻ ജയിക്കും. ഞാൻ ജയിക്കാൻ പോവാ. ഞാനാണോ ജയിക്കുന്നത് അതോ ആദു ആണോ ജയിക്കുക? ഉറപ്പാണോ? അത് ജയിക്കണമെങ്കിൽ ആദുവിന് നെക്സ്റ്റ് മിഠായി തരും. ചേച്ചി കഴിഞ്ഞിട്ട് ചേച്ചി തരും. എന്നാ പിടിച്ചോ. റെഡിയാണോ? ഇതൊന്ന് പൊക്കി കാണിച്ചു, എല്ലാവർക്കും കാണിച്ചു കൊടുക്ക്. നമ്മള് ഗെയിം കളിക്കാൻ പോവാന്ന് പറ എല്ലാവരോടും. ഗെയിം കളിക്കാൻ പോണല്ലേ? ഞങ്ങള് ഗെയിം കളിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങളുടെ 2 പേരുടെയും ക്ലാസ്സിൽ കുറച്ച് ബോൾസ് ഉണ്ട്. സെയിം കൗണ്ട് ആണ് ബോൾസിന്. അപ്പൊ ആദ്യം ആദ്യം എറിഞ്ഞോ. എങ്ങനെ പിടിക്കുവേ? ഞാനിങ്ങനെ നീങ്ങിയ കുഴപ്പമുണ്ടോ? അപ്പൊ പുള്ളി ജയിച്ചോളേ. ഇനി ഞാൻ എറിയട്ടെ? ചേച്ചി എറിയട്ടെ? എറിയട്ടെ? ഓച്ചോ ചട്ടു. ഇനി അതും കുഴപ്പമില്ല. അതെന്താ? എടാ മിടുക്ക, ജയിച്ചു. ഒന്ന് ചാടി. ഒരു പോയിന്റ് കിട്ടി. ആദൂന് ഒരു പോയിന്റ് കിട്ടിയേ. അതവിടെ ഇട്ടോട്ടെ. ഇനി ചേച്ചി എറിയട്ടെ? എന്ത് ഒച്ചോ ചാടിപ്പ്. കുഴപ്പമില്ല, അതവിടെ കിടന്നോട്ടെ. അതവിടെ കിടന്നോട്ടെ. നമുക്ക് അങ്ങനെ വെക്കാം അല്ലേ? എനിക്കിതാ. അവിടെ കിടന്നോട്ടെ. ഇടിക്കാൻ പോയത്. ചേച്ചി എറിയട്ടെ? ഒരെണ്ണെങ്കിലും വീഴണേ. ജസ്റ്റ് മിസ്. ഇനി അതും എറിയ. എറിയട്ടെ? ജസ്റ്റ് മിസ്സാ അല്ലേ? എല്ലാം ജസ്റ്റ് മിസ്സിനാലോ ചേച്ചിയുടെ പോണത്. ഇനി ആദ്യം എറിഞ്ഞോ? അത് അവിടെ ഇട്ടു. അപ്പോൾ അവിടെ ഇട്ടിട്ടുണ്ട്. ചാടിപ്പോയി. അതിന് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം ഏതാ? ഇത് ഇഷ്ടമാണോ? തരാ. ചേച്ചിക്ക് തുന്നില്ലേ? ഇതിലിനിയുണ്ട്. ഇനി ഇത്രേ ഉള്ളു. എനിക്ക് മാത്രമേ ഉള്ളൂ. അതില് ഇങ്ങനെ വലിച്ചെറിഞ്ഞ ഇങ്ങനെ. അതെ ഞാൻ അങ്ങനെ അറിയാൻ പാടില്ലായിരുന്നു. ഇനി ഞാൻ രണ്ടെണ്ണേ ഉള്ളു. ഇനി ഒരെണ്ണേ ഉള്ളു. ചേച്ചി പയ്യെ എറിയുവാണേ. ഇതില് ചേച്ചി ജയിക്കും. ഇനി ഒരെണ്ണം കൂടി ഉള്ളു. അതും ഒരെണ്ണം ഉണ്ടോ? ഇത് ലാസ്റ്റ് ആണേ. കഴിഞ്ഞോ? വിഷമമുണ്ട്. അത് ജയിച്ചു. ചേച്ചി ഇങ്ങനെ ഞാനാണ് അതിൽ ബോൾ എറിയണെങ്കിലാണ് ഞാൻ ജയിക്കാം. ഞാൻ ആദൂന്റെ എറിയണായിരുന്നു. അത് നമുക്ക് ഇതിൽ ആദ്യം ജയിച്ചത്. ഇതിൽ ആദ്യം ജയിച്ചത്. ഒന്നും കൂടി കളിക്കാം. ഇതിൽ ഒരെണ്ണം കൂടി ഉണ്ട്. എറിയട്ടെ? ചേച്ചി എറിയട്ടെ? ഒന്നും കൂടി എറിയട്ടെ? പക്ഷെ ഞാൻ പറയട്ടെ, ഇതിൽ ആദ്യം ജയിച്ചേ. ഇത് ഞാൻ ക്യാച്ച് ചെയ്തു. അപ്പൊ ആദ്യം ജയിച്ചേ അല്ല. ഒന്നുകൂടി എറിയുവാണേ.
വേഗം താ എടുത്ത്. അത് ജയിച്ചേ. അത് ജയിച്ചു. അതിന് മുട്ടായി തരട്ടെ? തരട്ടെ? ഹാപ്പി അല്ലേ? എന്താ ഒരു ഹാപ്പിനെസ് കുറവുള്ള പോലെ. ഓക്കെ അല്ലേ? അത് ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഇതാണ് ആറ്റിറ്റ്യൂഡ്. അതിന് ഇഷ്ടപ്പെട്ടോ? ഗെയിം ഇഷ്ടപ്പെട്ടോ? പിടിച്ചോ കൊണ്ടുപോകും. അതിന് ഈ ഗെയിം ഇഷ്ടപ്പെട്ടോ? ഇനി എന്താ ചെയ്യണ്ടെന്നറിയോ? ഇല്ല ആയിട്ടില്ല. നമ്മള് രണ്ടുപേരും ഒരുമിച്ച് വീർപ്പിച്ചു തുടങ്ങും. ഇതിൽ ആദ്യം ആരാണ് 3 ബലൂൺ വീർപ്പിച്ച് തീർക്കുന്നത് അവർക്ക് ഫസ്റ്റ്. ഓക്കെ ആണോ? അപ്പൊ ആദ്യം തൊട്ട് തുടങ്ങാം. അതെടുത്ത് ഇങ്ങനെ കയ്യിൽ വെക്കടാ. യെസ്, തുടങ്ങാം. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി, സെറ്റ്. ഓക്കെ, ഇതെന്താ ബലൂൺ ഇങ്ങനെ ഇരിക്കണ? ഒരു മിനിറ്റ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. എനിക്ക് ചിരിച്ചിട്ട് പറ്റുന്നില്ല. അതൊന്ന് കട്ട് ചെയ്യാൻ ഞാനൊന്ന്. ഞാൻ ചിരിക്കുന്നുണ്ടോ? ഞാൻ ചിരിക്കാതിരിക്കട്ടെ. ഇതിലും ആദ്യം ജയിച്ചു. ചേച്ചി തോറ്റു. ഇതെനിക്ക് ഈ ഗെയിം കഴിഞ്ഞു. അതു ചേച്ചി പിന്നെയും തോറ്റു. അത് കയ്യിൽ വെച്ചോ, നമുക്ക് വീട്ടിൽ പോണ വഴിക്ക് വീർപ്പിക്കാം. വേണ്ട, ഒരെണ്ണോടി വീർപ്പിക്കാം എന്നാ. ഓക്കെ ആണോ? ഒരെണ്ണോടി വീർപ്പിച്ചോ, വേഗം വീർപ്പിച്ചോ. എല്ലാം ഉമ്മയ്ക്ക് കൊടുക്കുവോ? അത് കൊടുത്തു. എന്താ എന്റെ ഇടയിൽ കൂടെ എന്താ ചേട്ടന്റെ അടുത്ത് എന്തോ പറയണ്ടല്ലോ കാര്യായിട്ട്. ഇതിലോട്ട് ഇടാനാ. എനിക്ക് ചിരി. ദൈവമേ, ഇനി എന്തൊക്കെ ട്രോള് വരും. എടാ, എനിക്ക് ചിരി നിർത്താൻ പറ്റുള്ളടാ. എന്റെ കുറച്ചുകൂടി വലുത്. അല്ല, ആദുവിന്റെ വലുത്. നമുക്ക് ഒരുമിച്ച് അയ്യോ, മോളിലേക്ക് വിടാൻ മറന്നുപോയി. കുഴപ്പമില്ലാതെ അത് എവിടോ നമുക്ക് കാണാതെ പോയല്ലോ. അപ്പൊ ബലൂണോ? പോക്കറ്റിൽ അതല്ലേ ഇട്ടത്. ഓ, വീർപ്പിച്ച് വിട്ടാലാ കാണാതെ പോവോ? ആ, ശരിയാണ്. അത് പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ആണ്. എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ. അതുന് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ. അതിനെന്തോ എന്നോട് പറയാനില്ലേ? അതിനെന്തോ എന്നോട് പറയാനുണ്ട്. അത് വെറുതെ പറയാ ഇല്ലേ? എന്തോ എന്നോട് പറയാനുണ്ടല്ലോ ഇല്ലേ? എന്താ ഈ ബലൂൺ എന്താ പിടിച്ചു വെച്ചിരിക്കുന്നേ? ചേച്ചിക്ക് തരാനാണോ? ചേച്ചിക്ക് തരാനാണോ? എങ്ങനെ തരുന്നേ? അങ്ങനെയാണോ തരുന്നേ? സ്നേഹത്തിൽ തരൂലേ? ഞാനോ? ഞാൻ കണ്ണടച്ചേ.
പിന്നെ കരിമീൻ ആ വഴി പോയോ? ഓക്കെ അല്ലേ? ഇനി ചേച്ചി കുറച്ച് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോ കാണിച്ചു തരും. അത് നോക്കിയിട്ട് ആരാന്ന് പറയോ? അവരുടെ പേര് പറയോ? അതു ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അതു നോക്കി, ഇതാരാ? പുഷ്പരാജ്. ആ പുഷ്പയുടെ പേരെന്താ? പുഷ്പ. പുഷ്പയുടെ ശരിക്കുള്ള പേരെന്താ? അല്ലു അർജുൻ അല്ലേ ഇത്? അല്ല പുഷ്പയല്ലേ? പുഷ്പ. ലക്കി ഭാസ്കർ അല്ല, ഇതാരാ? ആ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ലക്കി ഭാസ്കർ വേറെ ആരോ അല്ലേ? ഇതാരാ? അരെ ഫഹദ് ഫാസിലാണോ? രംഗണ്ണൻ അല്ലേ? രംഗണ്ണൻ ആവേശ സിനിമ കണ്ടായിരുന്നോ? കണ്ടു. ഇതാരാ ഇത്? അതാണ്, അത് പറയില്ല ചേട്ടാ. ഇന്ത്യ ചേച്ചിയാണ് ദോബാലി. തിരിച്ചോട്ടെ തിരിച്ചോട്ടെ. ഓക്കെ ഓക്കെ. ഇതാരാ? മമ്മൂട്ടി. ഇതാരായിരിക്കും? മമ്മൂട്ടി. ഇത് മമ്മൂട്ടിയോ? മമ്മൂക്ക. മമ്മൂക്കയോ? ഇങ്ങനെ ഇങ്ങനെ ഇതല്ലല്ലോ മമ്മൂക്ക. ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന ഒരാളുണ്ടല്ലോ, അതാരാ? മമ്മൂക്ക അല്ലാതെ മോഹൻലാല്. ആ ഇതാരാ? ഇതാരാ? ആ ഇതാണ് മമ്മൂക്ക അല്ലേ? മമ്മൂക്ക. ഇനി ഇതാരാ? ഇതാരാ? സൂപ്പർ സ്റ്റാറാ? സൂപ്പർ സ്റ്റാറിന് അറിയില്ല? ഇതാരായിരിക്കും ഇത്? തമിഴ്നാട്ടിലുള്ളതാ? വിജയ് അല്ലേ? ഇതാരാ? രാഷ്ട്രീയക്കാരൊക്കെ ഇതാരാന്നറിയോ? നരേന്ദ്രമോദി. കേട്ടിട്ടുണ്ടോ നരേന്ദ്രമോദി? കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദി അല്ലേ? അപ്പു ചേട്ടാ. ഇതാരാ? അതു വേദി. അതാരാ? അതാരാ അത്? ഫാഷൻ ഷോയിൽ നടന്നാണോ? അടിപൊളി. നമുക്കൊരു റാംബോ കൂടി ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്താലോ? ഓക്കെ. അല്ല അത് ഇപ്പം ഇത്രയും നല്ല സെഗ്മെന്റ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തില്ലേ അതോ? അപ്പൊ ഇത്രയും വലിയ മിഠായി തരട്ടെ ചേച്ചി? എന്തേ വേണ്ടേ? തരട്ടെ? ഓടി ഒന്ന് തരട്ടെ? അല്ല ഞാൻ ഓടി ഒന്ന് തരട്ടെ എന്നായിരുന്നു നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്റർവ്യൂ കഴിഞ്ഞു. ഇനി നമുക്ക് ഫാഷൻ ഷോ ചെയ്താലോ? കൊടുത്തു.